ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് ചുണ്ട സ്കൂളിലാണ്, RCHS. അവിടുത്തെ NSS യൂണിറ്റിൻ്റെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിലാണുള്ളത്. അപ്പോൾ നമ്മൾ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ. ഇവിടെ അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ നടക്കുകയാണ്. ഇവിടെയാണ് നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഇതിൻ്റെ ഇവിടെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇടാം. ശരിക്കും നമ്മൾ പഠിച്ച സ്കൂളാണ്. ഞാൻ 8 മുതൽ 10 വരെ പഠിച്ച സ്കൂളാണിത്. ഹായ്, ഗുഡ് മോർണിംഗ്. പിന്നെ നമ്മളിവിടെ ചുണ്ട സ്കൂളിലെ പിള്ളേരാണുള്ളത്. എന്താ പേരെന്താ? ഇർഫാൻ. ഇർഫാനകത്തുള്ള പഠിക്കുന്നത്? +2 സയൻസ്. ഓക്കെ. മോളുടെ പേര്? ഓക്കെ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ സ്കൂളിൽ? ക്യാമ്പുമായിട്ടാണ് നമ്മളിവിടെ ചേർന്നിരിക്കുന്നത്. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ രക്തം നൽകാൻ സാധിക്കുന്നതാണ്. വെറും രക്തം നൽകൽ ദാനം മാത്രമല്ല, അവനുടെ ഒരു ജീവന്റെ പകുതി നൽകൽ കൂടിയാണ് ഇവിടെ നടത്തുന്നത്. ഓക്കെ. ഇത് ഫസ്റ്റ് വട്ടമാണോ സ്കൂളിൽ നടക്കുന്നത്, അല്ല ഇതിന് മുൻപ് നടന്നിട്ടുണ്ടായിരുന്നോ? ഫസ്റ്റ് ടൈം ആണല്ലോ. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരു കൊടുക്കുന്ന സന്ദേശം എന്താണ് മെയിൻലി ഉള്ളത്? അതായത് മാക്സിമം ബ്ലഡ് ഡൊണേഷനെ കുറിച്ചിട്ട്, ഇങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. രക്തദാനം എന്ന് പറയുന്നത് മഹാദാനം എന്നൊക്കെ നമ്മൾ പറയാറ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ പകരം അല്ലേ, ഒരാൾക്ക് ബ്ലഡ് ലോസ് വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അതെ. ഓക്കെ. അപ്പോൾ എല്ലാം ഇതിലേക്ക് സെറ്റ്. ഇതിപ്പം എവിടെ നിന്നുള്ള വകുപ്പ് വന്നിട്ടുള്ളത്? ഇവിടെ ബത്തേരി യൂണിറ്റാണ് ഇവിടെ ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ട് ക്യാമ്പ് സംഘടനയ്ക്ക് കൂടി വന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ. ഇത്ര സാഹചര്യം നന്ദി. താങ്ക് യു. ഓക്കെ. സ്മിത ടീച്ചർ അല്ലേ ഇതിൻ്റെ കോർഡിനേറ്ററാണ്? ഓക്കെ, താങ്ക് യു. ടീച്ചറുടെ പേര്? സുനിത. Thank you.